അപ്പോൾ ഇന്നത്തെ ടെക് ന്യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. HMDയുടെ ഓർക്ക എന്നുള്ള സ്മാർട്ട് ഫോണിൻ്റെ റെൻറ്റേഴ്സും കാര്യങ്ങളൊക്കെ പുറത്തു വന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളും ഇപ്പം പറയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഫോണിൽ 6.78 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ വരുന്നതായിരിക്കും. LCD പാനലുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. പഞ്ചോൾ ഡിസൈൻ ഇതിൽ വരും. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ സ്നാപ്ഡ്രാഗണിൻ്റെ ഒരു 5G പ്രോസസ്സറായിരിക്കും വരിക. കറക്റ്റ് ഏത് പ്രോസസ്സറാണ് എന്നുള്ള കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ 8 GB റാം വരെ ഇതിൽ വരുന്നതായിരിക്കും. 108 MP മെയിൻ ക്യാമറ സെൻസറായിരിക്കും ഫോണിൻ്റെ പിന്നിൽ വരിക. ഫ്രണ്ടിൽ 50 MP സെൽഫി ക്യാമറയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും ഇതിൽ വരും. പിന്നെ ഈ ഒരു ഫോണിൻ്റെ പർപ്പിൾ, ഗ്രീന്, ബ്ലൂ എന്നീ കളർ വേരിയൻസ് ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. പിന്നെ യൂട്യൂബിൽ മിസ്ലീഡിംഗ് ആയിട്ടുള്ള തംബ്നെയിൽസുമായിട്ട് കുറേ വീഡിയോസ് കാണാൻ പറ്റും. ഇപ്പം ഇതുപോലുള്ള വീഡിയോസൊക്കെ യൂട്യൂബ് ഡിലീറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പം പുതിയൊരു പോളിസീസും കാര്യങ്ങളൊക്കെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് നല്ലൊരു കാര്യമാണ്. തെറ്റായിട്ടുള്ള ഇൻഫോർമേഷൻസ് കൊടുക്കുന്ന വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ആപ്പിൾ AI മോഡൽസിൻ്റെ പെർഫോമൻസ് സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ട് NVIDIAയുമായിട്ട് പാർട്ട്ണർഷിപ്പ് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഓപ്പോയുടെ Reno 13 എന്നുള്ള സ്മാർട്ട് ഫോണിൻ്റെ ഇന്ത്യൻ വെർഷൻ്റെ ഇമേജ് ഇപ്പോൾ ലീക്ക് ആയിരിക്കുകയാണ്. ഒരു പർപ്പിൾ കളർ വേരിയൻ്റാണ് ഇപ്പം പുറത്ത് വന്നിട്ടുള്ളത്. പിന്നെ മുമ്പുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ട് ഈ ഒരു ഫോണിൽ 6.59 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ വരുന്നതായിരിക്കും. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യും. MediaTek Dimensity 8350 എന്ന പ്രോസസ്സറായിരിക്കും ഇതിൽ വരിക. 5600 mAh ബാറ്ററിയും 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും 50 വാട്ടിൻ്റെ വയർലെസ് ചാർജ് സപ്പോർട്ടൊക്കെ വരുന്നതായിരിക്കും. 50 MP ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 50 MP സെൽഫി ക്യാമറയും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. ഹോണർ മാജിക് 7 ലൈറ്റ് എന്നുള്ള സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട് ഗ്ലോബൽ മാർക്കറ്റിൽ. ഇപ്പം ഈ ഒരു ഫോണിൻ്റെ സ്പെസിഫിക്കേഷനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്ലോബൽ മാർക്കറ്റിൽ വിലയെ പറ്റിയിട്ടുള്ള ന്യൂസുകളും ഇപ്പം പുറത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു ഫോണിൽ 6.78 ഇഞ്ചിൻ്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന OLED ഡിസ്പ്ലേ ആയിരിക്കും വരിക. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യും. സ്നാപ്ഡ്രാഗൺ 6 Gen 1 എന്ന പ്രോസസ്സറായിരിക്കും ഇതിൽ വരിക. 108 + 5 MP ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 16 MP സെൽഫി ക്യാമറയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. യൂറോപ്യൻ മാർക്കറ്റിൽ ഈ ഫോണിൻ്റെ വില 376.89 യൂറോസ് ആയിരിക്കും. അതായത് 33,250 രൂപ പ്രൈസ് റേഞ്ചിൽ. പിന്നെ ഇതിൻ്റെ കൂടെ ഹോണർ മാജിക് 7 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഇതിൽ 6.8 ഇഞ്ചിൻ്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന LTPO OLED ഡിസ്പ്ലേ ആയിരിക്കും വരിക. 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ ഇതിലും സപ്പോർട്ട് ചെയ്യും. പിന്നെ സ്നാപ്ഡ്രാഗൺ 8 എന്നുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറായിരിക്കും ഇതിൽ വരിക. 50+50+200 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നതായിരിക്കും. 5850 mAh ബാറ്ററിയും 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ വരുന്നതായിരിക്കും. ഈ ഒരു ഫോണിൻ്റെ വില വരിക 1225.9 യൂറോസ് ആയിരിക്കും. അതായത് 1,08,100 രൂപ പ്രൈസ് റേഞ്ചിൽ. അപ്പോൾ നല്ല ഫീച്ചേഴ്സും വരുന്നതായിരിക്കും. വിലയും അത്യാവശ്യം നല്ലോണം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ റെഡ്മിയുടെയും ഷവമിയുടെയും അതുപോലെ തന്നെ പോക്കോയുടെ ഒക്കെ ഫോണുകളിൽ HyperOS 2 അപ്ഡേറ്റ് ലഭിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പം പല ഫോണുകളിലും ഈ ഒരു അപ്ഡേറ്റ് വരുന്നുണ്ട്. ഇപ്പം ഏതൊക്കെ ഫോണുകളിലാണ് അപ്ഡേറ്റ് വരുന്നത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഫോൺ ഈ ഒരു ലിസ്റ്റിലുണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. പിന്നെ സാംസങ് S22 അൾട്രയിൽ പലരും OneUI 6.1 അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ബൂട്ട് ലൂപ്പ് ഇഷ്യൂ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. അതായത് ഫോൺ ഓൺ ആവില്ല. അപ്പോൾ ആ ബൂട്ട് ചെയ്യുന്ന സ്ക്രീന് ഇങ്ങനെ കാണിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. പിന്നെയും ഓഫായിട്ട് പിന്നെയും അതേ സ്ക്രീനിലോട്ട് വരും. അപ്പം നിങ്ങളുടെ കയ്യിൽ S22 അൾട്ര ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം അപ്ഡേറ്റ് ചെയ്യാതിരിക്കുക. ഇഷ്യൂസൊക്കെ സോൾവ് ആയതിനു ശേഷം മാത്രം അപ്ഡേറ്റ് ചെയ്യുക. പിന്നെ സാംസങ് S10 FE എന്നുള്ള സ്മാർട്ട് ഫോൺ ഇപ്പം BIS സർട്ടിഫിക്കേഷൻ സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. BIS എന്ന് പറയുന്നത് ഇന്ത്യയുടെ സർട്ടിഫിക്കേഷൻ സൈറ്റാണ്. അപ്പം ഈ ഒരു ടാബ് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇതിൽ Exynosൻ്റെ 1580 എന്ന പ്രോസസ്സറും കാര്യങ്ങളൊക്കെ വന്നേക്കാം. പിന്നെ വിവോയുടെ X200 അതുപോലെ തന്നെ 200 Pro എന്നീ ഫോണിൻ്റെ ഇന്ത്യയിലെ സെയിലും കാര്യങ്ങളൊക്കെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ന്യൂസ് എന്താണെന്ന് വെച്ചാൽ സ്മാർട്ട് വാച്ച് ഷിപ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഹുവാവെ 1ാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. ആപ്പിൾ ആയിരുന്നു 1ാം സ്ഥാനത്ത്. ഇപ്പം ഹുവാവെ 1ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. 2ാം സ്ഥാനത്താണ് ഇപ്പോൾ ആപ്പിൾ. 3ാം സ്ഥാനത്ത് ഷവമി. 4ാം സ്ഥാനത്ത് സാംസങ്ങുമാണ് വരുന്നത്. പിന്നെ ChatGPTയുടെ പുതിയ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾക്കൊരു വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് അയച്ചാൽ തന്നെ ChatGPTയുമായിട്ട് ചാറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം നമ്പറും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട്. ആ ഒരു നമ്പറിലോട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് ChatGPTയുമായിട്ട് ചാറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ കോളിംഗ് ഫീച്ചറും ഉണ്ട്. ഇപ്പോൾ കോൾ ചെയ്തിട്ട് നമുക്ക് ChatGPTയുമായിട്ട് സംസാരിക്കാവുന്നതാണ്. പക്ഷേ ആ ഒരു ഫീച്ചർ ഇപ്പോൾ US-ലും കാനഡയിലും മാത്രമേ വന്നിട്ടുള്ളൂ. പിന്നെ വിവോയുടെ Y29 5G എന്ന ഫോണിൻ്റെ ഇന്ത്യയിലെ വിലയെ പറ്റിയിട്ടുള്ള ന്യൂസുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ ഒരു ഫോണിൻ്റെ 4 GB റാം 128 GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില വരിക 13,999 രൂപയായിരിക്കും. 6 GB റാം 128 GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില വരിക 15,499 രൂപയായിരിക്കും. 8 GB റാം 128 GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില വരിക 16,999 രൂപയായിരിക്കും. പിന്നെ 8 GB റാം 256 GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില വരിക 18,999 രൂപയായിരിക്കും.
പിന്നെ ചില ബാങ്ക് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. 8 GB റാം വെർഷൻ മേടിക്കുമ്പോൾ 1500 രൂപയുടെ ബാങ്ക് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. 4 GB റാം വെർഷന് 1000 രൂപയുടെ ബാങ്ക് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. മുമ്പുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ട് ഈ ഒരു ഫോണിൽ 6.68 ഇഞ്ചിൻ്റെ LCD ഡിസ്പ്ലേ ആയിരിക്കും വരിക. മീഡിയാടെക് ഡിമെൻസിറ്റി 6300 എന്നുള്ള പ്രോസസ്സർ വരും. 5500 mAh ബാറ്ററിയും 44 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും 50 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നതായിരിക്കും. IP64 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യും. പിന്നെ മിലിറ്ററി ഗ്രേഡ് സർട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. വെയിറ്റ് വരിക 198 ഗ്രാം ആയിരിക്കും. തിക്നെസ് വരിക 8.1 mm ആയിരിക്കും. അപ്പം അടുത്ത് തന്നെ ഈ സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പിന്നെ സാംസങ് S25, S25+ എന്നീ ഫോണുകൾ ഇന്തോനേഷ്യ ടെലികോമിൽ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പം ജനുവരി 22 ഈ ഫോൺ ലോഞ്ച് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇപ്പം ഈ ഫോണുകളിൽ സ്നാപ്ഡ്രാഗൺ 8 എന്നുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. പിന്നെ പോക്കോയുടെ പോക്കോ X7 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ ഇപ്പം FCC സർട്ടിഫിക്കേഷൻ സൈറ്റിലും TDRA സർട്ടിഫിക്കേഷൻ സൈറ്റിലും NBTC സർട്ടിഫിക്കേഷൻ സൈറ്റിലും അതുപോലെ തന്നെ IMEI ഡാറ്റാബേസിലും ഒക്കെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഈ ഒരു ഫോണ് റെഡ്മി ടർബോ 4 എന്ന ഫോണിൻ്റെ ഒരു റീബ്രാൻഡഡ് വെർഷൻ ആയിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഈ ഒരു ഫോണിൽ 8 GB റാം 256 GB ഇൻറ്റേർണൽ വെർഷനും 12 GB റാം 512 GB ഇൻറ്റേർണൽ വെർഷനും വന്നേക്കാം. പിന്നെ മുമ്പുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ട് ഈ ഒരു ഫോണിൽ 6.6 ഇഞ്ചിൻ്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന OLED ഡിസ്പ്ലേ ആയിരിക്കും വരിക. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യും. മീഡിയാടെക് ഡിമെൻസിറ്റി 8400 എന്നുള്ള പ്രോസസ്സർ വരുന്നതായിരിക്കും. 50+8 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 20 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. 6550 mAh ബാറ്ററിയും 90 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ OnePlusൻ്റെ Ace 5 അതുപോലെ തന്നെ Ace 5 Pro എന്നീ ഫോണുകൾ ഡിസംബർ 26 ചൈനീസ് മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുമെന്നുള്ള കാര്യം ഒഫീഷ്യലായിട്ട് കൺഫേം ആയിട്ടുണ്ട്. ഇപ്പം ഈ ഫോണുകളിൽ 6.78 ഇഞ്ചിൻ്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന OLED ഡിസ്പ്ലേ വരുന്നതായിരിക്കും. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യും. പിന്നെ 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. Ace 3 സ്നാപ്ഡ്രാഗൺ 8 Gen 3 എന്ന പ്രോസസ്സർ ആയിരിക്കും വരിക. 50+8+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നതായിരിക്കും. 6415 mAh ബാറ്ററിയും 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നതായിരിക്കും. Ace 5 Proയിലോട്ട് വരുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 8 എന്നുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സർ വരുന്നതായിരിക്കും. 50+8+50 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 6200 mAh ബാറ്ററിയും 100 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ ജനുവരി 7 OnePlus 13R എന്ന സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ ചില ഡിസൈൻസും അതുപോലെ തന്നെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ പുറത്ത് വന്നിരിക്കുകയാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള OnePlus Ace 5 എന്നുള്ള സ്മാർട്ട് ഫോൺ ആയിരിക്കും ഇന്ത്യൻ മാർക്കറ്റിൽ OnePlus 13R എന്ന പേരിൽ ലോഞ്ച് ചെയ്യുക. പിന്നെ ഇതിൽ 6000 mAh ബാറ്ററി വരാൻ ചാൻസ് ഉള്ളൂ. ബാക്കി സെയിം ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആയിരിക്കും തന്നെയാണ് സാധ്യത. പിന്നെ റിയൽമിയുടെ Realme 14 Pro സീരീസിൽ ടെമ്പറേച്ചറിനനുസരിച്ചിട്ട് കളർ മാറുന്ന ബാക്ക് പാനൽ വരുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇപ്പം 16 ഡിഗ്രിക്ക് താഴെ ടെമ്പറേച്ചറിലോട്ട് വരുമ്പോൾ ഫോണിൻ്റെ കളറും കാര്യങ്ങളൊക്കെ ചേഞ്ച് ആവുന്നതായിരിക്കും. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഇതിൽ വരുന്നത്. പിന്നെ ഈ ഒരു ഫോൺ ജനുവരിയിൽ ലോഞ്ച് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. മുമ്പുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ട് 14 Pro Plus ഏകദേശം 93.8% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഒക്കെ വരുന്നതായിരിക്കും. IP66, 68, 69 റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഈ സീരീസിൽ വരുന്ന ഫോണുകളിൽ സ്നാപ്ഡ്രാഗൺ 7 Gen 3 എന്ന പ്രോസസ്സറും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. ഇത് മിക്കവാറും ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഫോണൊക്കെ ആയിരിക്കും. അപ്പം ഇതിൽ പെരിസ്കോപ്പ് ലെൻസ് അടക്കമുള്ള കാര്യങ്ങളൊക്കെ വന്നേക്കാം. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ ടെക് ന്യൂസിൽ നോക്കാനുള്ള കാര്യങ്ങൾ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യുവൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.